സോ ഫൈനൽ നടക്കുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്, അഹമ്മദാബാദിൻ്റെ മണ്ണിലാണ്. സോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ട്രോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തെക്കുറിച്ചുള്ള ട്രോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന് ഒരു എഴുമ്പേറ്റം ഇല്ലാത്ത ഒരു പിച്ചാണ്, ഒരു ശാപം പിടിച്ച പിച്ചാണ്, നമ്മളിവിടെ ജയിക്കത്തില്ല അതാ ഇതാണെന്നൊക്കെ ഉള്ള പലതരത്തിലുള്ള ക്യാമ്പയിനിങ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യക്ക് ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അല്ലയോ, അതോ ഇന്ത്യ ഇവിടെ ബെറ്റർ ക്രിക്കറ്റ് കളിച്ചിട്ടില്ലയോ, അതോ ഇന്ത്യക്ക് ഈ പിച്ചിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു 2023 തോൽക്കാനുള്ള കാരണം? ഞാൻ പറയും ഇത് ഇന്ത്യക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു പിച്ചൊന്നും അല്ല. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഈ പിച്ചിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു 2023 വരുമ്പോഴത്തേന്. ഒരുപാട് പ്ലേയേഴ്സ് നോക്കുവാണെങ്കിൽ ഈ പിച്ചിൽ അധികം കളിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് മാച്ച് ടൈം മാത്രമേ 2023 ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നമ്മൾ കളിച്ചിട്ടുള്ളൂ. പിന്നെ ഇന്ത്യൻ ടീമിന് ഈ പിച്ചിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ പിച്ചാണ്, ഇന്ത്യയുടെ സോയിലാണ്, നമുക്ക് ജയിച്ച് കയറാമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എവിടെയാണ് ആ ഓവർ കോൺഫിഡൻസ് തുടങ്ങിയെന്ന് അറിയാമോ? വാങ്കഡയിലെ സെമി ഫൈനലിനകത്ത്. വാങ്കഡയുടെ സെമി ഫൈനൽ നമുക്കറിയാം. ഞാൻ വാങ്കഡയിലെ പിച്ചിനെ കുറിച്ച് പ്രിവ്യൂവിലൊക്കെ പറഞ്ഞതാണ്. വാങ്കഡയുടെ പിച്ച് ഒരു റെഡ് സോയിൽ പിച്ചാണ്, ഒരു ട്രൂ ആയിട്ടുള്ള ബൗൺസ് വരുന്ന ഒരു പിച്ചാണ്, ഒരു സ്ലോയിഷ് ആയിട്ടുള്ളൊരു പിച്ചല്ല. കറക്റ്റ് ബാറ്റിലോട്ട് വരും, നമുക്ക് ഹിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് നല്ലൊരു ഫോമിലാണെങ്കിൽ നമ്മുടെ സോണിൽ, അതിന് ഓഫ് സൈഡ് ആണെങ്കിലും ലെഗ് സൈഡ് ആണെങ്കിലും സ്ട്രെയിറ്റ് ആണെങ്കിലും ഈസി ആയിട്ട് സ്കോർ കണ്ടെത്താൻ കഴിയും. ബാറ്റിൻ്റെ മിഡിലിൽ തന്നെ ആയിരിക്കും ബോൾ ഹിറ്റ് ചെയ്യുന്നത്. ഇന്നലെ മത്സരം നടന്നതും മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. സോ ഇന്ത്യ അവിടെ സെമി ഫൈനൽ കളിക്കുന്നു 2023 ന്യൂസിലാൻഡുമായിട്ട്. ഇന്ത്യ ഒരു 400+ സ്കോർ ചെയ്യുന്നു, നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ന്യൂസിലാൻഡ് നോക്കുവാണെങ്കിൽ ആ സ്കോറിനോട് അടുത്ത് വന്നു, എന്നാലും ഇന്ത്യക്ക് അവിടെ ജയിച്ച് കയറാൻ കഴിഞ്ഞു. നമ്മൾ 2023 സെമി ഫൈനൽ കളിച്ചത് വാങ്കഡയുടെ റെഡ് സോയിൽ പിച്ചിലായിരുന്നു. ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയ ബാറ്റിംഗ് പാരഡൈസിലാണ് നമ്മൾ അവിടെ കളിച്ചത്. എന്തോ ചെയ്തു, ഫൈനലിന് വേണ്ടി നമ്മളെ പറഞ്ഞു വിട്ടു നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലോട്ട്. അവിടുത്തെ പിച്ച് എന്തുവാണ്? ബ്ലാക്ക് സോയിൽ പിച്ചായിരുന്നു. ബ്ലാക്ക് സോയിൽ പിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ബ്ലാക്ക് സോയിൽ പിച്ചിന്റെ ഒരു പ്രത്യേകത, പിച്ച് സ്ലോ ആയിരിക്കും, ലോ ബൗൺസ് ലോ ക്യാരി ആയിരിക്കും. ആ പിച്ച് ബോൾ ഡ്രിഫ്റ്റ് ചെയ്യും, പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്യാൻ കഴിയും, സ്ലോ കട്ടർ എറിയാൻ കഴിയും, നക്കിൾ ബോൾ എറിയാൻ കഴിയും. പിന്നെ രോഹിത് ശർമ്മയെ മാക്സ്വെല്ലിനെ കൊണ്ടുവന്നെടുത്തു, അതായത് ബോളിന് ഗ്രിഫ്റ്റ് കിട്ടി. രോഹിത് ശർമ്മയ്ക്ക് നോക്കുവാണെങ്കിൽ കറക്റ്റ് ടൈമിംഗ് കിട്ടിയില്ല, എഡ്ജ് ആവുന്നു, ക്യാച്ച് കൊടുത്ത് രോഹിത് ശർമ്മ പോകുന്നു. പാറ്റ് കമ്മിൻസ് വന്നിട്ട് ഒരു സ്ലോ ബൗൺസ് എറിഞ്ഞു വിരാട് കോഹ്ലിക്കെതിരെ. ബാറ്റിൽ എഡ്ജായിട്ട് ബൗൾഡായിട്ട് വിരാട് കോഹ്ലി കയറി പോകുന്നു. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. 100 എടുത്താണ് തൊട്ട് മുമ്പുള്ള മത്സരത്തിൽ. വാങ്കഡയുടെ പിച്ചിൽ പോയി 100 എടുത്തതാണ്. അവിടെ ശ്രേയസ് അയ്യറിന്റെ വിക്കറ്റ് നോക്കുവാണെങ്കിൽ ലോ ക്യാരി ആയിരുന്നു, ബോൾ വളരെ താന്നാ വന്നത്, എഡ്ജ് ആവുന്നു, കോട്ട് ബിഹൈൻഡ് ആയിട്ട് വിക്കറ്റ് കീപ്പറിൻ്റെ കൈ കൊടുത്തിട്ട് ശ്രേയസ് അയ്യരും കയറിപ്പോയി. പിന്നെ സൂര്യകുമാർ യാദവ് വരുന്നു അങ്ങോട്ട്. ആസ്ട്രേലിയ സൂര്യകുമാർ യാദവിന്റെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്തു, സൂര്യകുമാർ യാദവിനെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു. ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിനെ തകർത്തു. സോ ഇന്ത്യയുടെ കയ്യിലുള്ള പ്ലാൻ എ പൊളിഞ്ഞു. ഇന്ത്യ പ്ലാൻ ബി ഇറക്കി. പ്ലാൻ ബി എന്തുവായിരുന്നു ഇന്ത്യൻ ടീം ഇറക്കിയെന്ന് അറിയാമോ? അവിടെ മുഹമ്മദ് ഷാമിയെ പവർ പ്ലേക്കകത്ത് ന്യൂ ബോൾ എറിയിക്കാൻ കൊണ്ടുവന്നു. വേൾഡ് കപ്പ് ഉടനീളം നോക്കുവാണെങ്കിൽ മുഹമ്മദ് ഷാമി എറിഞ്ഞത് 7 മുതൽ 10 ഓവറിനകത്ത് വെച്ചാണ് മുഹമ്മദ് ഷാമി ബോൾ ചെയ്യാൻ തുടങ്ങിയത്. അതായത് പഴയ ബോളാണ് മുഹമ്മദ് ഷാമി വന്നിട്ട് വിക്കറ്റ് എടുക്കാൻ തുടങ്ങിയത്. എന്തോ ചെയ്ത് പ്ലാൻ ബി ഉണ്ടാക്കിയിട്ട് മുഹമ്മദ് ഷാമി എന്തോ ചെയ്ത് നമ്മൾ ഏർലി ഓൺ കൊണ്ടുവന്നു, ന്യൂ ബോൾ കൊടുത്തു. ന്യൂ ബോൾ കൊടുത്തപ്പോഴത്തേന് മുഹമ്മദ് ഷാമിക്ക് എന്തോ പറ്റി, കൺട്രോൾ കിട്ടിയില്ല. ബോൾ പഴകുന്നതനുസരിച്ച് ബോളർമാർക്ക് ഒരു കൺട്രോൾ കിട്ടും, പ്രത്യേകിച്ച് മുഹമ്മദ് ഷാമിക്ക് ആ ഒരു കൺട്രോൾ വേണം. മുഹമ്മദ് ഷാമി നോക്കുവാണെങ്കിൽ ആ ഒരു കൺട്രോൾ കിട്ടിയില്ല. എന്താണോ പവർ പ്ലേ കഴിഞ്ഞുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പവർ പ്ലേയിൽ മുഹമ്മദ് ഷാമിക്ക് ന്യൂ ബോളിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് നോക്കുവാണെങ്കിൽ അവിടെ കാണാൻ കഴിയും. ഡേവിഡ് വാർണറിന്റെ വിക്കറ്റ് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ നോക്കുവാണെങ്കിൽ വൈഡ് ബോൾ എത്തി വലിഞ്ഞ് അടിച്ചിട്ടാണ് അവിടെ ഡേവിഡ് വാർണർ ഔട്ടാവുന്നത്. സോ ഷാമിയെ നോക്കുവാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല. പിന്നെ ന്യൂ ബോൾ എറിഞ്ഞുകൊണ്ടിരുന്ന മുഹമ്മദ് സിറാജിനെ നമ്മൾ ഓൾഡ് ബോൾ കൊടുത്തു. മുഹമ്മദ് സിറാജ് നമുക്കറിയാം ഓൾഡ് ബോളിനകത്ത് ഒട്ടും എഫക്റ്റീവ് അല്ല മുഹമ്മദ് സിറാജ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പുതിയ ബോളിനകത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ ആവറേജ് ബോളർമാർക്ക്. പുതിയ ബോൾ കൊണ്ട് എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത സിറാജിനെ സംബന്ധിച്ചിടത്തോളം പഴയ ബോൾ എറിയാമെന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. സിറാജിന് ഒരു വിക്കറ്റ് കിട്ടി, പക്ഷേ മാച്ച് ആ സമയത്ത് ഏകദേശം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഇന്ത്യൻ ടീം പ്ലാൻ സി ഉണ്ടാക്കി. പ്ലാൻ സി ഇതായിരുന്നു, ഇന്ത്യയുടെ സ്പിന്നർമാർ മിഡിൽ ഓർഡറിനകത്ത് വന്ന് വിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ഈ ബ്ലാക്ക് സോയിൽ പിച്ചിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. 20-25 ഓവർ കഴിയുമ്പോഴത്തേന് പിച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ട് മാറും. ഈസി ആയിട്ട് ബാറ്റ്സ്മാൻമാർക്ക് സ്കോർ കണ്ടെത്താൻ കഴിയും. സോ അവിടെ ട്രാവസ് ഹെഡും ലബുഷേനും കൂടെ ആയിട്ട് ഈസി ആയിട്ട് സ്കോർ കണ്ടെത്തി. ചെറിയൊരു സ്കോറായിരുന്നു. ആ സ്കോർ അവർ പിന്തുടർന്നു. ഇവിടെ 6 മിസ്റ്റേക്ക് ആയിരുന്നു. ഇന്ത്യ നോക്കുവാണെങ്കിൽ ഒരു ബെറ്റർ ക്രിക്കറ്റ് കളിച്ചില്ല. ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടു. പക്ഷേ രോഹിത് ശർമ്മ പറഞ്ഞത് എനിക്ക് ബാറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു അവിടെ താല്പര്യം എന്നാണ് പറഞ്ഞത്. സോ ബാറ്റ് ചെയ്ത് ഒരു 300+ സ്കോർ കണ്ടെത്തേണ്ട ഒരു പിച്ചിൽ ഇന്ത്യക്ക് നോക്കുവാണെങ്കിൽ ഒരു ബെറ്റർ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. പിച്ചിനെ കുറിച്ച് നല്ലപോലെ പഠിച്ചില്ല ഇന്ത്യൻ ടീം.
നമ്മൾ കണ്ടു പാറ്റ് കമ്മിൻസ് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന പിച്ചിനെ കുറിച്ച് സൂം ചെയ്തൊക്കെ നോക്കുന്നത് നമ്മൾ കണ്ടു. അവർ നോക്കുവാണെങ്കിൽ ബെറ്റർ പ്ലാനുമായിട്ട് വന്നു, ഇന്ത്യ നോക്കുവാണെങ്കിൽ ബെറ്റർ പ്ലാനുമായിട്ട് വന്നില്ല. അതാണ് 2023 നമ്മൾ തോൽക്കാനുള്ള കാരണം. ഇനിയും നമ്മൾ ഈ പിച്ചിനെ കുറിച്ച് പഠിച്ചില്ല എങ്കിൽ പിന്നെ ഈ മത്സരം കൈവിട്ട് കളഞ്ഞിട്ട് ഭാഗ്യമില്ലാത്ത ഗ്രൗണ്ടാണ്, മറ്റേ ഗ്രൗണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും നോക്കുവാണെങ്കിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഈ ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടു. സൗത്ത് ആഫ്രിക്ക നമ്മളെക്കാട്ടി ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തു, അവർ പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്തു. നമ്മൾ നോക്കുവാണെങ്കിൽ ഹെവി സ്പിന്നുമായിട്ട് പോയി. ഈ പിച്ച് നോക്കുവാണെങ്കിൽ 30% ചാൻസേ ഉള്ളൂ സ്പിന്നർമാർക്ക് വിക്കറ്റ് കിട്ടാൻ, 70% ചാൻസ് ആണ് പേസർമാർക്ക്. സോ ഈ പിച്ച് ഓഫർ ചെയ്യുന്നത് കൂടുതലും പേസ് ബോളർമാർക്ക്, അതായത് പുതിയ ബോളിനകത്ത് വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. റാഷിദ് ഖാൻ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി എന്തിനാണ് അടികൊള്ളുന്നത്? കാരണം ഈ അഹമ്മദാബാദിലെ പിച്ച് സ്പിൻ ഫ്രണ്ട്ലി അല്ല. സ്പിന്നർമാർക്ക് നല്ല രീതിയിൽ അടികൊള്ളും, പ്രത്യേകിച്ച് റിസ്ക് സ്പിന്നർമാർക്കൊക്കെ ഇവിടെ വലിയ റോളൊന്നുമില്ല. റാഷിദ് ഖാൻ നമുക്കറിയാം അത്ര മോശം ബോളറൊന്നും അല്ലല്ലോ, പക്ഷേ എപ്പോഴെല്ലാം ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അടി കൊണ്ടിട്ടുണ്ട്. സോ ഈ ഗ്രൗണ്ട് സ്പിന്നർമാർക്ക് അത്രമാത്രം ഒന്നും ബെനിഫിറ്റ്സ് കൊടുക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. പ്രത്യേകിച്ച് റിസ്ക് സ്പിന്നർമാർക്ക്, മിസ്റ്ററി സ്പിന്നർമാർക്കൊന്നും വലിയ ബെനിഫിറ്റ്സ് ഇല്ലാത്തൊരു പിച്ചാണ്. പക്ഷേ ഇവിടെ സായി കിഷോർ വന്ന് വിക്കറ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഫിംഗർ സ്പിന്നർമാർക്ക് അല്പം കൂടെ റോള് കൂടുതലുണ്ട് ഈ പിച്ചിൽ. ബോളിന് ഗ്രിഫ്റ്റ് കിട്ടും, ബോളിന് ടോസ് കിട്ടും, സ്ലോ ത്രൂ ദ എയർ എറിയുവാണെങ്കിൽ ബോളിന് ടേൺ കിട്ടും. സോ ഫിംഗർ സ്പിന്നർമാർക്കാണ് ഈ പിച്ച് അല്പം കൂടെ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യുന്നത് സ്പിൻ സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ. സോ ഇതൊക്കെയാണ് ഈ പിച്ചിൻ്റെ ഒരു ഘടന. ഇതുകൊണ്ടാണ് നമ്മൾ 2023 പരാജയപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ 2026 തോൽക്കണമെന്നൊന്നുമില്ല. നമ്മൾ ബെറ്റർ ക്രിക്കറ്റ് കളിക്കുവാണെങ്കിൽ, ഈ പിച്ചിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഈസിയാണ് ഈ പിച്ച് വിജയിച്ച് കയറുമെന്ന് വെച്ചാൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിന് അറിയാം ഈ പിച്ചിനെ കുറിച്ച്. ഇന്ത്യ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു.